ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആയിഷ അർജുൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ വ്ളോഗ് ദുബായാണ്. നമ്മൾ ഇന്നിപ്പോൾ സിമ്പിളായിട്ട് ഒന്ന് ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു അടിപൊളി കേരള മീൽസ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് അർജുൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദുബായിൽ ഒരുപാട് അങ്ങനത്തെ സ്പോട്ട്സ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു ഗ്രാൻഡ് ലഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് നമ്മുടെ കേരള മട്ടരിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലഞ്ച് കഴിക്കാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ എനിക്ക് പഴങ്കഞ്ഞി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പഴങ്കഞ്ഞി എവിടെയാണെന്ന് നോക്കി തപ്പി ഒരു കട കണ്ടുപിടിച്ചു. അത് ഉള്ളത് നമ്മുടെ സ്വന്തം കരാമയിലാണ്. കരാമയിൽ ഷെയ്ഖ് ഹംദാൻ കോളനിയിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഏതാണെന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതെല്ലാം നേരത്തെ നോക്കി കണ്ടുപിടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പഴങ്കഞ്ഞി കുറച്ച് സ്ഥലങ്ങളിലുണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടെ ഒന്ന് സ്ട്രൈക്കിംഗ് ആയിരുന്നു. ആ ഒരു വീഡിയോ കാര്യങ്ങൾ കണ്ടപ്പോൾ കുറച്ച് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്ന് നോക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. അതെ, ഐഷു പഴങ്കഞ്ഞി ഒന്നും കുടിക്കില്ല. അവള് ചോറ് അല്ലേ, ഊണല്ലേ കഴിക്കുന്നേ? കഞ്ഞിയെ ഇഷ്ടമല്ല. അപ്പം ഊണാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പഴങ്കഞ്ഞിയാക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് നമ്മുടെ ഷോർട്സും വീഡിയോസും കാണുന്നുണ്ട്. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നമ്മൾ ദുബായിൽ കുറെ വിശേഷങ്ങളായിട്ട് ഇനി വരുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമ്മളിപ്പോ ബർദുബായിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലം കരാമയിലാണ്. അതെ, ബർദുബായിൽ നിന്നാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്ഥലങ്ങളാണ്. അതിന് കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ ചൂട്? എങ്ങനെയുണ്ട്? വെയിൽ എങ്ങനെയുണ്ട്? ചൂട് ഇപ്പം കുഴപ്പമില്ല. ഈ ഒരു മാസം വലിയൊരു കുഴപ്പമില്ല. ഇതൊരു ട്രാൻസിഷൻ സമയമാണ്, സീസണിന്റെ ഒരു ഷിഫ്റ്റിംഗ് സമയമാണ്. അപ്പൊ ചൂടൊന്ന് കുറഞ്ഞിട്ട് അടുത്ത തണുപ്പിലോട്ട് വരാനുള്ളൊരു സമയമാണ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ചൂടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തുനിന്നൊരു ആള് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നല്ല ചൂടായിട്ട് അനുഭവപ്പെടും. ചൂട് അനുഭവപ്പെടും. അതെ അതെ. ഇപ്പൊ നാട്ടിലത്തേക്ക് വെച്ച് അങ്ങനെ അല്ല, ഇതൊരു ട്രാൻസിഷൻ സമയമാണ്. ഇത് കുഴപ്പമില്ല, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടേ ഉള്ളൂ. പക്ഷെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെറിയ ചൂട് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല. പക്ഷെ മൺചട്ടി റെസ്റ്റോറന്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ ദേ അർജുവേട്ടന്റെ പഴങ്കഞ്ഞി എത്തിയിട്ടുണ്ട്. അടിപൊളി. യെസ്, ദുബായിൽ വന്നിട്ട് പഴങ്കഞ്ഞി കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര മലയാളികൾ ഉണ്ടാവും എനിക്ക് അറിയില്ല. ബട്ട് അർജുനെ പോലുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ പഴങ്കഞ്ഞിൽ എന്തൊക്കെയുണ്ട്? മുളക്, പഴങ്കഞ്ഞില് തൈര് കഞ്ഞിയാണ്, മുളക് ഇഷ്ടമുണ്ട്, കിഴങ്ങുണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, ഒരു ക്യാബേജ് തോരനുണ്ട്, പിന്നെ മുളക് വറുത്തതുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ഒരു ഒരു മത്തിക്കറി ഉണ്ട്. നൈസ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് മീൽസ് ആണ്, നോർമൽ വെജ് മീൽസ് ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇങ്ങനെ കറികൾ, ക്യാബേജ് ഉപ്പേരി, സാമ്പാർ, ചമ്മന്തി, ബീട്രൂട്ട് എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ നമ്മളൊരു പ്രോൺസ് തവ ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കൊഴുവ ഫ്രൈ, കൊഴുവ അല്ലെങ്കിൽ നത്തോലി ഫ്രൈ. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യെസ്, ലെറ്റ്സ് ഹാവ്. അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? അർജുവേട്ടൻ കഴിക്കണ ആ ഒരു സ്റ്റൈലില് താടിയിലും മീശയിലും ഒക്കെ ഉണ്ട്. അടിപൊളി. അടിപൊളി. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കരാമയിലുള്ള പാർക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പാർക്ക് അർജുനാണ് കണ്ടുപിടിച്ചത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ആക്ച്വലി വരുന്നത്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചത് കരാമയിൽ തന്നെയാണ്, സെയിം സ്ഥലം തന്നെയാണ്. കരാമയിൽ മൺചട്ടി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ പഴങ്കഞ്ഞി, നമ്മുടെ മീൽസ് എല്ലാം നമ്മൾ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒരു ഈവനിങ് സമയത്ത് പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നേക്കുക. അതായത് അവിടെ നോക്കിയപ്പോൾ ഒരു കിലോമീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. 1 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് നടന്നു ഇവിടെ കരാമ
പാർക്കിലെത്തിയിരിക്കുകയാണ്. കരാമ പാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലുലു, കരാമയിലുള്ള ലുലു സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് കരാമ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാം, നമ്മുടെ ദുബായ് ഫ്രെയിം നമുക്ക് ഇവിടെ നിന്ന് കാണാം. പക്ഷേ ഇവിടെ നിന്നൊരു എനിക്ക് തോന്നുന്നു 2.5-3 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. 3 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകാനായിട്ട്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് അവിടെ ഉണ്ട്. ഇപ്പോൾ കരാമ പാർക്ക് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ആരുമില്ല ഇവിടെ ആരുമില്ല. ബട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാൻ ഒന്നും ചെയ്യാനല്ല. സത്യം പറഞ്ഞാൽ വൈകുന്നേരം നമുക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, അതായത് മീന ബസാറിൽ പോകാനുണ്ട്. അപ്പോൾ മീന ബസാറിൽ പോകുന്നതിന് മുന്നേ കുറച്ച് സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യുമെന്ന് നോക്കിയപ്പോഴാണ് പ്രത്യേകിച്ച് നമ്മള് വെറുതെ ഇട്ട പ്ലാൻ ആണ് മീന ബസാർ. കാരണം എന്റെ ഫ്രണ്ട് റിയ, എന്റെ കൂടെ കോളേജിൽ പഠിച്ച റിയ ഇവിടെ 5-6 ഇയേഴ്സ് ആയിട്ട് അവള് ദുബായ് സെറ്റിൽഡ് ആണ്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങൾ ബർദുബായിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മീന ബസാറിൽ പോകാത്തത്? ബിക്കോസ് മീന ബസാർ സോ നിയർ ടു ബർദുബായ്. അവിടെ ഇങ്ങനെ ഒരുപാട് ചീപ്പായിട്ട് മീൻസ് ബാർഗെയിൻ ചെയ്ത് നമുക്കിങ്ങനെ ഇന്ത്യൻ ക്ലോത്ത്സും അല്ലാത്ത അങ്ങനെ ഒരുപാട് ഐറ്റം ക്ലോത്ത്സ് ആണ് മെയിൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്നൊന്ന് പോയി നോക്കാം, സമയമുള്ള സമയത്തൊന്ന് പോയി നോക്കാം. മീൻസ് വാങ്ങിക്കാനുള്ള പ്ലാനൊന്നും നമുക്ക് കറന്റ് ഇല്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തൊക്കെ ടൈപ്പ് സ്റ്റഫ് കിട്ടുമെന്ന് അറിയാൻ. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരുന്നു, പോകാനൊന്നും പറ്റിയില്ല. അപ്പം കഴിഞ്ഞ ആഴ്ച തൊട്ട് പറയുകയാണ് ഇങ്ങനെ ആളുടെ ഫ്രണ്ട് റിയ, കൂടെ പഠിച്ചതാണല്ലേ, ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ റിയ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു മീന ബസാറിനെ കുറിച്ച് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ റിയ പറഞ്ഞാണ് ഇങ്ങനെ മീന ബസാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒരു സ്പോട്ടുണ്ട്, അവിടെ പോയി നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനും, പിന്നെ പർച്ചേസിനും ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി, രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ച സമയമായി നമ്മൾ ഇറങ്ങി നേരെ ഭക്ഷണം കഴിച്ചു. നേരെ ഇനി നമ്മൾ മീന ബസാറിലോട്ട് പോകുന്ന വഴി നമ്മൾ കരാമ പാർക്കിൽ ഒന്ന് ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട്, ഇപ്പോ നല്ല വെയിലാണ്. അപ്പൊ നമ്മള് അടുത്തടുത്താണ് സ്ഥലങ്ങള്. ഇപ്പോ സമയം 4:30 ഇവിടെ 4:30 മണിയായി. ഇനി നമ്മളൊരു 1.5-3 മണിക്കൂർ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു 5:15 മണിക്കൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ നമ്മൾ മീന ബസാറിലോട്ട് പോകും. മീന ബസാറും ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ അടുപ്പിച്ചുകൊണ്ട് നമുക്ക് പോകാനായിട്ട്. ആ 3.5 കിലോമീറ്റർ നമുക്ക് എന്തായാലും പോയി അവിടെ സ്പെൻഡ് ചെയ്യണം. ഫോൺ ആരോ വിളിക്കുന്നുണ്ട്, അപ്പൊ മീന ബസാറിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിതേ നടന്ന് ക്ഷീണിച്ച് പാർക്കിലൊക്കെ ഇരുന്നതിന് ശേഷം ജ്യൂസ് കുടിക്കാനായിട്ട് കയറി. അപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും അർജുനൊരു ലൈം ജ്യൂസ് അല്ലേ, ഒരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. യെസ്, ലൈം സോഡ സോൾട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ടേക്ക് ദ സ്ട്രോ. നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞത് കുടിക്കാൻ നല്ലൊരു സുഖമാണ് സത്യം പറഞ്ഞു. കുടിച്ചു നോക്ക്, നല്ലല്ലേ? ഞാൻ സോഡ കുടിക്കില്ല, അതുകൊണ്ട് കണ്ടു. കുറെ നേരം അതിന്റെ സ്ട്രോ പൊട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ഞാൻ എത്ര പെട്ടെന്നാണ് പൊട്ടിച്ചെടുത്തത്. കറക്റ്റ്. അർജുന ആദ്യം ഒരു സ്ട്രോ പൊട്ടിച്ചു, അപ്പൊ ഞാൻ ആദ്യമേ അത് വാങ്ങിച്ചെടുത്തു, എന്നിട്ട് മറ്റേത് പൊട്ടിക്കാൻ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് മീന ബസാറിൽ പോകുന്നത്. ദുബായിൽ വന്നപ്പോ ഞാൻ കണ്ട വേറൊരു കാര്യമാണ്, കുറെ പ്രാവുകളുണ്ട് കേട്ടോ അവിടെ. ഹായ്, നല്ല രസമുണ്ട് അവരെ കാണാൻ. ഓ, ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ പ്രാവുകളെ. നൈസ്. ഞാൻ അർജുന്റെ ക്ഷീണിച്ചിരിപ്പായി. എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ദുബായ് ഫ്രെയിം. പോണം നമുക്കൊരു ദിവസം അല്ലേ? ദാറ്റ് ഈസ് എ ദുബായ് ഫ്രെയിം. ഓക്കെ. അങ്ങനെ നമ്മൾ മീന ബസാറിൽ വന്നു. അവിടെ അത്യാവശ്യം നല്ല നല്ല ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ലേഡീസ് കളക്ഷൻസ് ആണ് കൂടുതൽ. അതുകൊണ്ട് അർജുന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. നമുക്ക് പാകിസ്ഥാനി സ്യൂട്ട്സ്, നല്ല അടിപൊളി ഇന്ത്യൻ വെയേഴ്സ് ഒക്കെ ഞാൻ കുറച്ച് കടകളിലൊന്നും കയറിയില്ല, പുറത്തിങ്ങനെ നോക്കി നടന്ന് കണ്ടു. അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ജ്വല്ലറീസ് എല്ലാം ഉണ്ട്.
മീന ബസാർ നല്ലൊരു ഓപ്ഷനാണ് ഇന്ത്യൻ അറ്റയർ പാകിസ്ഥാനി അറ്റയേഴ്സ് ഒക്കെ വേണമെങ്കിൽ. എന്ത് ആക്ഷൻ ആയിരുന്നു അർജുട്ടാ? നൈസ്. നല്ല ജൂത്തീസ് ഒക്കെ ഉണ്ട്, നോക്കിയേ, നല്ല അടിപൊളി ജൂത്തീസ് ഒക്കെ. നൈസ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് സൂപ്പർ മാർക്കറ്റിലും കൂടി കയറി കുറച്ച് മിക്സഡ് നട്ട്സും പിന്നെന്താ ആസ് യൂഷ്വൽ പെപ്സി. എപ്പോഴും കോള പെപ്സിയുടെ ആളാണ്. ഓക്കെ, ഫൈൻ, ശരി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ടൈം ഒരു എത്ര മണിയായി? 5:45. അതെ, 6 ഒക്കെ ആവാറായി. അപ്പോൾ ഇവിടുന്ന് മീന ബസാർ നമ്മൾ ജസ്റ്റ് ചുറ്റി കറങ്ങി കണ്ടു. ഞാൻ പറഞ്ഞ പോലെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, ചുമ്മാ കാണാൻ വന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷുവറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഒരുപാട് ദുബായ് വ്ളോഗ്സ് ആയിട്ട് വരുന്നുണ്ടാവും അല്ലേ? അതെ, ഷോർട്സിലും നമുക്ക് ഒരുപാട് ദുബായ് കാണാം, വ്ളോഗ്സിലും കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ. സോ വി ഹാവ് ബൺ, SFC ചിക്കൻ. ഇതാണ് നമ്മുടെ ഡിന്നർ. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് ബ്രോസ്റ്റ് ട്രൈ ചെയ്യുന്നത് അല്ല അർജുട്ടാ? ദുബായിൽ ഫസ്റ്റ് ടൈം ബ്രോസ്റ്റ് അറ്റ് SFC. ഇത് എത്രയായിരുന്നു ഇത്? ടോട്ടൽ 35 ദിർഹത്തിന് നമുക്ക് 2 പീസ് ബൺ കിട്ടും. പിന്നെ പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ട്. അതുപോലെ തന്നെ 6 പീസ് ചിക്കൻ. ഇത് എക്സ്ട്രാ 6 dirham. Okay, drinks extra ആണ്. That is our dinner for today and we are winding up this day. Appa toodles, bye. Bye കാണിച്ചാർജോട്ടാ. Bye.